Mallu with Mallu A2Z ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ഒരു അൺബോക്സിംഗ് വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത്. USB ചാർജബിൾ ഒരു പോർട്ടബിൾ ജ്യൂസറാണ് നമ്മൾ ഇന്ന് അൺബോക്സ് ചെയ്യാൻ പോകുന്നത്. നമുക്കപ്പോൾ നേരെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഇതാണ് നമ്മുടെ ഐറ്റം. നമ്മൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഓർഡർ ചെയ്ത് വരുത്തിയതാണ്. ഏകദേശം ഇത് നമ്മൾ മേടിച്ചിട്ട് ഒരു മാസത്തിൽ കൂടുതലായി. പക്ഷെ നമുക്ക് സമയമില്ലാത്തത് കൊണ്ടാണ് ഈ വീഡിയോ ഇത്രയും ലേറ്റായത്. അപ്പോൾ നമുക്ക് ഇത് ഓൾറെഡി ഞാൻ പൊട്ടിച്ച് നോക്കിയിരുന്നു. കാരണം എന്തെങ്കിലും കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ നമുക്ക് തിരിച്ച് കൊടുക്കണമല്ലോ. അപ്പോൾ ഒരു മാസം മുന്നേ മേടിച്ചാണ്, ഞാൻ പറഞ്ഞല്ലോ. അപ്പോൾ നമുക്കിത് ഓപ്പൺ ചെയ്ത് ഇതിലെ ഉള്ളിൽ എന്തൊക്കെയുണ്ട് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ നോക്കാം. ഇത് എൻ്റെ ഫ്ലിപ്കാർട്ടിൽ തരുന്ന ബോക്സ്. അത്യാവശ്യം ബോക്സൊക്കെ നല്ല അടി വാങ്ങിയിട്ടുണ്ട്. വരുമ്പോൾ തന്നെ എങ്ങനെയായിരുന്നു, ഞാൻ മേടിച്ച് അങ്ങനെ വെച്ചതാണ്. ഇത് നമ്മൾ എടുത്തിട്ട് യൂസ് ചെയ്തിട്ടൊന്നുമില്ല, ജസ്റ്റ് അന്ന് തുറന്ന് നോക്കിയെന്നല്ലാതെ അതിൻ്റെ അപ്പുറത്തേക്കൊന്നും ചെയ്തിട്ടില്ല. അപ്പോൾ നമുക്കത് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇതാണ് ഐറ്റം. ഇതിലിപ്പോൾ നമ്മൾ ബുക്ക് ചെയ്തിരുന്നത് ഈ ഒരു കളറാണ്, വയലറ്റ് കളറാണ് നമ്മൾ ബുക്ക് ചെയ്തത്. പക്ഷെ നമുക്ക് വന്നിരിക്കുന്നത് ഗ്രീനാണ്. അപ്പോൾ നമ്മളിത് മേടിച്ചിട്ട് നമ്മൾ ബുക്ക് ചെയ്ത് വരുത്തിയിട്ട് ഒരു മാസത്തിൽ കൂടുതലായതുകൊണ്ടും പിന്നെ ഞാൻ ഇത് പൊട്ടിച്ച് നോക്കുമ്പോൾ തന്നെ ഒരുപാട് വൈകി. അതുകൊണ്ട് റിട്ടേൺ നമുക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് പിന്നെ ചെയ്തില്ല. കളറ് ഗ്രീനാണ് നമുക്ക് കിട്ടിയത്. പിന്നെ ഇതിനകത്ത് ഒരു USB ചാർജബിൾ കേബിൾ. വലിയ ക്വാളിറ്റി ഒന്നുമില്ല, അത്രയ്ക്ക് ഇതിൻ്റെ ബർത്തും ഉള്ളൂ. അപ്പോൾ പിന്നെ അതിൻ്റേതായ രീതിക്ക് വന്നിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് ഇതിൽ എന്തൊക്കെയാണെന്നുള്ളത് കാര്യങ്ങളൊക്കെ നോക്കാം. അപ്പോൾ ഇങ്ങനെ തുറക്കുമ്പോൾ അത് അങ്ങനെയല്ല, ഡബിളാണത്. മേളിലൊരു ക്യാപ്പുണ്ട്. അത് തുറക്കുമ്പോൾ ഇത് ക്യാപ്പ്, ഇവിടെ ഒരു ഫിൽറ്റർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ ഫിൽറ്ററും അഴിക്കാനായിട്ട് കഴിയും. ഇതിങ്ങനെ രണ്ടായിട്ട് വരും, ഫിൽറ്ററും കഴിക്കാം. അപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇവൻ്റെ മാനുവൽ, ഇതിനകത്താണ് അവർ ഇതിൻ്റെ മാനുവൽ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് മാനുവലിൽ എന്തൊക്കെ എഴുതിയിട്ടുണ്ടെന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. അതാണ് ഇതിൻ്റെ മാനുവലും അതിൻ്റെ കാർഡൊക്കെ ആയിട്ട് ഇങ്ങനെ കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ മാനുവലിൽ നോക്കിക്കഴിഞ്ഞാൽ തിരിച്ച് മാനുവലിൽ നോക്കിയാൽ അതിൻ്റെ ഡീറ്റെയിൽസ് എങ്ങനെ ഉപയോഗിക്കാം അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ കൂടുതലായിട്ട് പറയാനായിട്ട് ഒന്നുമില്ല. ഇതിനകത്ത് ഇതാണ് പവർ ഓൺ, പവർ ഓഫ്, അതുപോലെ ഇത് വർക്ക് ചെയ്യാനുള്ള എല്ലാം ഒരേ സ്വിച്ച് ഇവർ കൊടുത്തിട്ടുള്ളൂ. പിന്നെ അതല്ലാതെ ഇതിനകത്ത് 2 ഷോക്കറ്റ് കൊടുത്തിട്ടുണ്ട്. ഒന്ന് USB-യും ഒന്ന് നമ്മുടെ സാധാ C ചാർജിൻ്റെ. പിന്നെ ഇത് ചാർജ് ചെയ്യാനായിട്ട് ഇത് ഉപയോഗിക്കാം. ഈ USB പോർട്ട് എന്തിനാണ് കൊടുത്തിരിക്കണമെങ്കിൽ വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് പവർ ബാങ്കായിട്ടും ഉപയോഗിക്കാൻ കഴിയുമെന്നാണ് പറയുന്നത്. ഇതിനകത്ത് ഏതാണ്ട് 2000 mAh ബാറ്ററിയാണ് ഇതിൽ കൊടുത്തിരിക്കുന്നതാണ് കമ്പനി അവകാശപ്പെടുന്നത്. നമുക്കിതൊന്ന് ഓണാക്കി നോക്കാം. കണ്ടില്ലേ, ഇത്രയും സ്പീഡിൽ അത് കറങ്ങുന്നുണ്ട്. കറങ്ങുമ്പോൾ നല്ല സൗണ്ടും ഉണ്ട്, കണ്ടില്ലേ. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രത്യേകത. പിന്നെ ഇതിൻ്റെ ബ്ലേഡ് 4 ലീഫ് വരുന്ന ബ്ലേഡാണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. നല്ല ഷാർപ്പുണ്ട്, സ്റ്റീലിൻ്റെ ആണ്. കുഴപ്പമില്ലാത്ത ഒരു ക്വാളിറ്റി ആണെന്ന് വിചാരിക്കുന്നു. ഇത് ചാർജ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. ഈ ലൈറ്റ് വന്നിട്ട് റെഡ് കളറിലായിരിക്കും ചാർജ് ചെയ്യുമ്പോൾ കത്തുക. ചാർജ് ഫില്ലാകുന്ന സമയത്ത് ഫുള്ളായി കഴിയുമ്പോൾ അത് ഗ്രീൻ ലൈറ്റായിട്ട് കത്തും. അപ്പോൾ നമുക്ക് ചാർജ് ഫുള്ളായി എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. നമുക്ക് ഇനി ഇതിൽ ജ്യൂസ് അടിക്കാൻ പറ്റുമോ എന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമുക്ക് ആദ്യമായിട്ട് ഇതൊന്ന് വാഷ് ചെയ്യാം. കാരണം വാഷ് ചെയ്യാതെ ഉപയോഗിക്കാൻ പാടില്ല. ഒന്ന് വെള്ളം വെച്ചേ, കുറച്ചുകൂടി വെച്ചോ. ഓക്കെ ഡാ. അപ്പോൾ നമുക്കിത് ആദ്യം ഒന്ന് വാഷ് ചെയ്ത് നോക്കാം. അതിന് വാഷ് ചെയ്ത് കഴിഞ്ഞ ശേഷം നമുക്ക് ഇതിനകത്ത് അപ്പോൾ നമ്മൾ ഗ്രേപ്പാണ് ജ്യൂസ് അടിക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ നല്ല ചുവന്ന ഗ്രേപ്പാണ് മേടിച്ചിട്ട് വന്നിരിക്കുന്നത്. നല്ല നാടൻ ചുവന്ന മുന്തിരി. ഇത് അടിച്ച് നോക്കാം നമുക്ക് എത്രത്തോളം ബെറ്ററായിട്ട് വരുന്നുണ്ട് എന്നുള്ളത്. ജ്യൂസ് ആകുമോ അതോ നമ്മൾ സാധാരണ
ഞങ്ങൾ നേരത്തെ ഒരു ഇതേപോലെ ഒന്ന് മേടിച്ച് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് കറങ്ങുന്നേ ഉണ്ടായിരുന്നില്ല. ലോഡ് വരുമ്പോൾ കറങ്ങുന്നുണ്ടായിരുന്നില്ല. അതുപോലെ ആവുമോ, ഇത് കറങ്ങുമോ, ജ്യൂസ് ആവുമോ എന്നുള്ളതൊക്കെ നമുക്ക് പരീക്ഷിച്ച് നോക്കാം. അപ്പോൾ നമുക്കിതിൽ ഷുഗർ ആഡ് ചെയ്യാം. ഷുഗർ ആവശ്യാനുസരണം. നമ്മൾ കുക്കിംഗ് വീഡിയോ ഒന്നും അല്ല, ഓരോരുത്തർക്ക് ഷുഗർ നിറയെ ഇടാം. നമുക്ക് മധുരം ഭയങ്കര ഇഷ്ടമായതുകൊണ്ട് ഞാൻ കുറച്ച് കൂടുതൽ ഇടുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യാനുസരണം ഇടാം. നമ്മൾക്ക് ഇപ്പോൾ കുക്കിംഗ് അല്ല, ജ്യൂസ് അടിക്കുന്നതല്ല വീഡിയോ. ഇത് കറക്റ്റായിട്ട് പ്രവർത്തിക്കുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ വെള്ളം ആഡ് ചെയ്യാണ്. ഏകദേശം ഒരു 200 മില്ലിയാണ് ഇതിൻ്റെ കപ്പാസിറ്റി. അപ്പോൾ നമുക്ക് ആ അത്രത്തോളം വെള്ളം നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി അതിൻ്റെ മേളിലെ ക്യാപ്പ് നമ്മൾ ഇടുന്നു. ക്യാപ്പ് ഇട്ടിട്ട് ഒന്ന് ഓണാക്കി നോക്കാം. ഉണ്ടോ, ഇത് കറങ്ങുന്നില്ല. അപ്പോൾ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് ഷെയ്ക്ക് ചെയ്ത് നോക്കണം. ഓക്കെ, കറങ്ങുന്നുണ്ട്. ഒരു 5 സെക്കൻഡൊക്കെ ഇത് കറങ്ങുള്ളൂ. നമ്മൾ വീണ്ടും 5 സെക്കൻഡ് കഴിയുമ്പോൾ ഇത് ഓട്ടോമാറ്റിക്കലി ഓഫ് ആവും. അപ്പോൾ നമ്മൾ മറുപടിയും ഇത് ഇങ്ങനെ ലോങ് പ്രസ് ചെയ്ത് ഓൺ ആക്കിക്കൊണ്ടിരിക്കണം. 5 സെക്കൻഡിൽ കൂടുതൽ ഇത് കറങ്ങില്ല. ലോങ് പ്രസ് ചെയ്താലും വർക്കാവില്ല. എൻ്റെ മുത്തുമണി സാധനം പൊളിയാണ് കേട്ടോ. കറങ്ങുന്നുണ്ട്. ഇത് അത്രത്തോളം ബർത്ത വരുന്നുള്ളൂ, 350 രൂപയെ വരുന്നുള്ളൂ. അപ്പോൾ അത് അത്രത്തൊക്കെ ക്വാളിറ്റിയെ കാണിക്കുള്ളൂ. സ്വിച്ച് അമർത്തുന്നുണ്ട് ഇല്ല നീ? സ്വിച്ച് അമർത്തുന്നുണ്ട്, പക്ഷെ അത് കറങ്ങുന്നില്ല. അപ്പൊ കറങ്ങി, പക്ഷെ വെള്ളം ഒഴിക്കുമ്പോ കറങ്ങുന്നില്ല. അതാ അല്ല, അതിങ്ങനെ ഷെയ്ക്ക് ചെയ്യണം, അപ്പോഴേ ഇത് കറങ്ങുള്ളൂ. അപ്പോൾ 5 സെക്കൻഡ് കഴിയുമ്പോൾ അത് വീണ്ടും നിൽക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരുന്നാൽ മാത്രമേ അത് കറങ്ങുള്ളൂ. 5 സെക്കൻഡ് കഴിയുമ്പോൾ നിൽക്കും. വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുക. ആ സമയത്ത് അത് വീണ്ടും കറങ്ങും. കണ്ടില്ലേ, ഡബിൾ ടാപ്പ് ചെയ്താൽ മാത്രം കറങ്ങുള്ളൂ. അടുത്തത് വീണ്ടും ഡബിൾ ടാപ്പ്. വെജിറ്റബിൾ കട്ടർ നമ്മൾ മറ്റേത് മേടിച്ചില്ല, അത് ഇതിനേക്കാളും ഗുണമുണ്ട് അല്ലേ? വെജിറ്റബിൾ കട്ടർ സൂപ്പറായിരുന്നു, ഇലക്ട്രിക്കിൻ്റെ. അത് നന്നായിട്ട് കട്ടാവുന്നുണ്ട്. ഇത് വേസ്റ്റാണ്. വലിയ കാര്യമൊന്നുമില്ല. ഇത് ആരും മേടിക്കാതിരിക്കുക, കാരണം അതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. നമ്മളിപ്പോൾ ഇത് ആകെ പെട്ട് തിരിച്ചയക്കാനും പറ്റത്തില്ല, കാരണം നമ്മളത് 1 മാസത്തിൽ കൂടുതലായി മേടിച്ചിട്ട്. ഇതുകൊണ്ട് ഇനിയിപ്പോൾ വേറെ വല്ല പർപ്പസ് നടക്കുമോ എന്നുള്ളത് നമ്മൾ ചെക്ക് ചെയ്ത് നോക്കുക തന്നെ വേണം. ശരി, ചാർജ് ചെയ്യാൻ പറ്റുമോ നോക്കാം നമുക്ക് ലാസ്റ്റ് അല്ലേ? ഫോണെങ്കിലും ചാർജ് ചെയ്യാൻ പറ്റുമോ? ഇതൊരു പവർ ബാങ്ക് ആയിട്ട് ഉപയോഗിക്കാന്ന് ഇവര് പറയുന്നുണ്ട്. അതിനെങ്കിലും ഇത് ഗുണകരമാണോ എന്ന് നോക്കാം. കാരണം ഇപ്പോഴത്തെ ഫോണുകളൊന്നും ഒരിക്കലും ഇതിൽ ചാർജ് ആവുന്നതല്ല. കാരണം എന്താണ് കേട്ട് കഴിഞ്ഞാൽ 5000 mAh മേലെയാണ് എല്ലാ ഫോണിന്റെയും ബാറ്ററി വരുന്നത്. ഇതിന്റെ ബാറ്ററിക്ക് അത്രത്തോളം കപ്പാസിറ്റി ഇല്ല സാധനം. ശരി, അത് ഇല്ല. അങ്ങനെ വിട്ടാൽ പറ്റില്ലല്ലോ. ജ്യൂസ് അടിക്കണ്ടേ നമ്മൾ. 350 രൂപ മുടക്കിയിട്ട് നമ്മൾ ഒരു ജ്യൂസെങ്കിലും അടിച്ചില്ലെങ്കിൽ മോശമാണ്. ഒരു രക്ഷയില്ലാട്ടാ. ഇത് ശരിക്കും വേസ്റ്റാണ്. യാതൊരു ഗുണവും ഇതുകൊണ്ടില്ല. ആരും ഇത് മേടിക്കരുത്. ഇതിൽ ജ്യൂസ് അടിക്കുന്നതിന് നമുക്ക് വേറെ എന്തെങ്കിലും തന്നെ ചെയ്യാം. സുത്ത വേസ്റ്റാണ്. പക്ഷെ കാണാനൊക്കെ നല്ല രസമാണ്, നല്ല ഭംഗിയുണ്ട്, അടിപൊളിയാണ്. പക്ഷെ ഇതിനകത്ത് ലോഡ് വരുമ്പോൾ ഈ മോട്ടർ എടുക്കുന്നില്ല. അപ്പം നമ്മളിങ്ങനെ ഷെയ്ക്ക് ചെയ്താൽ മാത്രമേ അത് ഓടത്തുള്ളൂ. ഷെയ്ക്ക് ചെയ്തിട്ട് ഓടുള്ള ഓട്ടിക്ക് ഡബിൾ ക്ലിക്ക് ടു സ്റ്റാർട്ട് എന്നൊക്കെ ഇത് കൊടുത്തിട്ടുണ്ട്. പക്ഷെ 1 2 കഴിഞ്ഞു. പക്ഷേ ചാർജ് ഇല്ലാണ്ടല്ലേ, ചാർജൊക്കെ ചെയ്തിട്ടാണ് ഇത് കൊണ്ടുവന്നിരിക്കുന്നത്. അതെ, ചാർജൊക്കെ ചെയ്തു. ഫുൾ ചാർജ് ആയതിനു ശേഷമാണ് കൊണ്ടുവന്നത്. കറങ്ങി തുടങ്ങിയ പിന്നെ നന്നായി കറങ്ങും. പക്ഷെ 5 സെക്കൻഡ് കഴിയുമ്പോൾ അത് ഓട്ടോമാറ്റിക് ഓഫ് ആവും. വീണ്ടും ഡബിൾ ടാപ്പ് ചെയ്യുമ്പോഴാണ് ഇത് ഓൺ ആവുക.
5 സെക്കൻഡ് കൂടുതലേ ഞാൻ കഴിഞ്ഞു കണ്ടോ. അത് കഴിഞ്ഞ് വീണ്ടും ഡബിൾ ടച്ച് ചെയ്ത് നോക്കി, വരുന്നില്ല. ഇങ്ങനെ കുലുക്കിയിട്ട് ഡബിൾ ടച്ച് ചെയ്ത് നോക്കാം, രക്ഷയില്ല. മൊത്തത്തിൽ മൂഞ്ചിപ്പോയി, പണി പാളി. അപ്പോൾ ഇതാരും പേടിക്കരുത് എന്ന് മാത്രമേ പറയാനുള്ളൂ. ഓടുന്നൊക്കെ ഉണ്ട്, കുറേ സമയം എടുക്കുമ്പോഴേ അത് വർക്ക് ചെയ്യുന്നുള്ളൂ. അത് എന്തുകൊണ്ടാണെന്ന് അറിയില്ല. കഴിഞ്ഞു. ഏക്ക് തുറന്നിട്ട് ഈ ജ്യൂസ് നമുക്ക് ഗ്ലാസ്സിലേക്ക് പകർന്ന് നോക്കാം എങ്ങനെയുണ്ട് എന്നുള്ളത്. ഇതിൻ്റെ നമ്മുടെ ഫിൽറ്റർ വർക്കിംഗ് ആണോ എന്താണോ എന്നുള്ളത് നമുക്ക് നോക്കാം. ഫിൽറ്ററൊക്കെ വർക്കിംഗ് ആണ്. അത് സംഭവം എന്താ അറിയോ, ഗ്രേപ്പ് കുറവാണ് നമ്മൾ ഇട്ടത്, അതുകൊണ്ടാണ് കളറിനൊരു ചെറിയ വ്യത്യാസം. ഇത്രയും ഗ്രേപ്പ് ഇട്ടിട്ടേ അടിക്കുന്നില്ല, ഇനി കൂടുതൽ ഇട്ടല്ലോ. അതെ, നമ്മൾ വളരെ കുറച്ച് ഗ്രേപ്പാണ് ഇട്ടത്, മോട്ടർ ഫ്രീ ആയിട്ട് കറങ്ങട്ടെ എന്ന് വിചാരിച്ചിട്ട്. പക്ഷേ രക്ഷയില്ല, സംഭവം പോക്ക. ആരും ഇത് മേടിക്കരുത്. അതുകൊണ്ട് തന്നെ ഇത് മേടിക്കാനുള്ള ലിങ്ക് നമ്മൾ ഇടുന്നതല്ല. കാരണം എന്താണ് കേട്ടാ, ഇത് അത്രയ്ക്ക് ഗുണകരമൊന്നും അല്ല. ഫിൽറ്റർ കുഴപ്പമില്ല, കറക്റ്റ് വർക്കിംഗ് ആയിട്ടുണ്ട്. ആദ്യമായിട്ട് നമ്മൾ ജ്യൂസറിൽ അടിച്ച് ജ്യൂസ് കുടിച്ചു നോക്കാനായിട്ട് നമ്മുടെ ഒരു സുഹൃത്ത് മുകേഷ് കോയമ്പത്തൂരിൽ നിന്ന് വന്നിരിക്കുകയാണ് ഇത് ടേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. കൊള്ളാം, സൂപ്പറായിട്ടുണ്ട്. മധുരമുണ്ട് അല്ലേ? ഞാൻ മധുരം നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. സംഭവം പോക്കാണെങ്കിലും ജ്യൂസ് അടിപൊളിയാന്ന് പറയുന്നത് അത് നമ്മുടെ കൈപ്പുണ്ണ് കേട്ടോ. ഞാനൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാം. കൊള്ളാം, മുന്തിരി നല്ലതാ. എവിടെ നിന്ന് മേടിച്ച്? അപ്പോൾ മുന്തിരി കൊള്ളാന്നുള്ളത് കൊണ്ട്, നല്ലപോലെ ഷുഗർ ഇട്ടത് കൊണ്ടും ജ്യൂസും കൊള്ളാം. പിന്നെ മുകേഷ് പറഞ്ഞ പോലെ കുട്ടികൾക്ക് ചോറ് കൊടുക്കാനൊക്കെ ആയിട്ട്, ചോറൊക്കെ ഉടച്ചു കൊടുക്കാനൊക്കെ ആയിട്ട് ചിലപ്പോൾ ഉപകരിക്കും എന്ന് വിചാരിക്കുന്നു. അത് ഇത്രത്തോളം ഒരിത് വരാത്തതുകൊണ്ട് ചോറൊക്കെ ഉടയ്ക്കാനായിട്ട് ഇങ്ങനെ ഉപയോഗിക്കാം. വേറെ ഇതുകൊണ്ട് യാതൊരു ഗുണവുമില്ല, ഭംഗി മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓക്കെ. പിന്നെ നമുക്കിത് മൊബൈൽ ചാർജ് ചെയ്ത് പറ്റും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മൊബൈൽ ഒന്ന് ചാർജ് ചെയ്ത് നോക്കാം, ചാർജ് ആവുന്നുണ്ടോ എന്ന് കേട്ടോ. നമുക്ക് ഇത് മൊബൈൽ ചാർജ് ആകുമോ എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഇതിൻ്റെ USB പോർട്ട്, ഇത് അവർ തന്ന അതേ USB കേബിൾ തന്നെയാണ്, വേറെ കേബിളല്ല. അപ്പോൾ ആ കേബിൾ ഇതിനകത്ത് കുത്തിയിട്ടുണ്ട്. ഇനിയൊരു മൊബൈലിലേക്ക് നമ്മളിത് കുത്തി ചാർജ് ആവുന്നുണ്ടോ, പവർ ബാങ്കായിട്ട് ഉപയോഗിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. മൊബൈൽ ചാർജ് ആവുന്നുണ്ട്, ഇതാ കണ്ടില്ലേ, ചാർജ് ആവുന്നത് കാണിക്കുന്നുണ്ട്. കുറച്ച് ബ്രൈറ്റ്നെസ് കൂട്ടാൻ നോക്കാം. മൊബൈൽ ചാർജ് ആവുന്നുണ്ട്. അപ്പോൾ ആ ഒരു കാര്യം ഓക്കെയാണ്. പക്ഷേ ഒരു 3000 mAh ബാറ്ററിയൊക്കെ ഉള്ള ഫോണിൽ ഇതിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല. അപ്പോഴും ഇത് കംപ്ലീറ്റ് ചാർജ് ആവില്ല. കാരണം ഒരു അത്യാവശ്യ ഘട്ടത്തിൽ നമുക്ക് ഉപയോഗിക്കാമെന്നല്ലാതെ ഇതുകൊണ്ട് വലിയ ഗുണമൊന്നുമില്ല. ദയവ് ചെയ്ത് ഇതാരും മേടിക്കരുത്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാനുള്ള സമയമായി. ഇത്രയേ ഉള്ളൂ. നമ്മൾ മേടിച്ചൊരു സാധനം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു. പക്ഷേ മൊത്തം ഫെയിലിയറാണ്, മൂഞ്ചിപ്പോയി, നമ്മുടെ ക്യാഷ് വേസ്റ്റാണ്. അപ്പോൾ ഇതാരും മേടിക്കരുത്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ലിങ്ക് നമ്മൾ വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇടുന്നതല്ല. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ, അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യം ആർക്കെങ്കിലും ഗുണകരമാകുകയാണെങ്കിൽ ആവട്ടെ. അപ്പോൾ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. തീർച്ചയായും വീഡിയോൻ്റെ അഭിപ്രായങ്ങൾ മാക്സിമം എല്ലാവരും കമൻറ്റ് സെക്ഷനിൽ ഇടുക. ഓക്കെ, ബൈ, സൈൻ ഓഫ് കണ്ണൻ. ഓക്കെ, Mallu with Mallu A2Z. Okay, bye.